ഈ ഗുഹകളിൽ നിന്ന് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇവർ ഭക്ഷണം കൃത്യമായിട്ട് തീ ഉപയോഗിച്ച് വേവിച്ച് പാചകം ചെയ്തായിരുന്നു കഴിച്ചിരുന്നത്. മാത്രമല്ല, പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് വേട്ടക്കിറങ്ങിയിരുന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ചായിരുന്നു വേട്ടക്കിറങ്ങിയിരുന്നത്. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ച ധാരാളം പ്രാചീന ശിലായുധങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ വലിപ്പം കൂടിയ ശിലായുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ശിലായുധങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ ഇവയൊക്കെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു. മൃഗത്തോലും മരത്തോലും ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പ്രാചീന ശിലായുഗ മനുഷ്യർ പഠിച്ചിരുന്നു. അപ്പോൾ പ്രാചീന ശിലായുഗ മനുഷ്യരെക്കുറിച്ചുള്ള അറിവുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് ഗുഹകളിൽ നിന്നും ഗുഹാചിത്രങ്ങളിൽ നിന്നുമായിരുന്നു. പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗമെന്ന് സാധാരണ വിശേഷിപ്പിക്കാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ത്? സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായി വേട്ടയാടാൻ വേണ്ടി കാടുകളിലേക്ക് പോയതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ വേട്ടയാടൽ യുഗം എന്ന് വിളിച്ചത്. സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് സഹായകവുമായിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കല്ലുകൊണ്ടായിരുന്നു ഇവർ പ്രതിമകൾ നിർമ്മിച്ചിരുന്നത്. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. ചിത്രങ്ങൾ വരക്കാൻ വേണ്ടി പ്രകൃതിയിൽ കണ്ട എല്ലാ കാര്യങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തി. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി ഇവ കൊണ്ടൊക്കെ ആഭരണങ്ങൾ നിർമ്മിച്ചു. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. ഇതാണ് പ്രാചീന ശിലായുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഒരു പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. കല്ലുകൊണ്ട് നിർമ്മിച്ച ധാരാളം വാസസ്ഥലങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താനാവും. ഭിംബേട്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഉദാഹരണം, ഭൂപടത്തിൽ കാണുന്ന പോലെ ഭിംബേട്ക, നർമ്മദ താഴ്വര, നാഗാർജുന കൊണ്ട, ഹൻസംഗി, കുർനൂൽ ഗുഹകൾ ഇതൊക്കെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.